കുറിച്ച് ഒരുപാട് മിത്തുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. ഒരുപാട് മിത്തുകളുണ്ട്. അതിനെപ്പറ്റി നമുക്ക് പറയാം. അതിന് മുമ്പായിട്ട് ഓരോ റിലേഷൻഷിപ്പിലും കുറച്ചുകൂടി അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് ആ ഒരു പാർട്ട്നേഴ്സിനിടയിൽ യാത്രകൾ നടത്താം. അതേപോലെ തന്നെ ഒരുമിച്ച് സിനിമകൾ കാണാം. നല്ല റൊമാൻറ്റിക് ഫിലിംസ് എല്ലാം കാണുന്നത് അവർക്കിടയിൽ ആ ഒരു വൈബ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള കണക്ഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതുപോലെ ഒരുമിച്ച് ഓഡിയോ പുസ്തകങ്ങൾ കേൾക്കാം. അങ്ങനെ ഉപകാരപ്പെടുന്ന ഒരു കാര്യം പരിചയപ്പെടുത്തുകയാണെങ്കിൽ കുക്ക് ഓഫ് എമ്മിൽ അടിപൊളി റൊമാൻറ്റിക് ഫിക്ഷണൽ സ്റ്റോറീസുകൾ കാര്യങ്ങൾ അവൈലബിൾ ആണ്. ഇപ്പോൾ അരികിൽ പോലെയുള്ള ഓഡിയോ പുസ്തകങ്ങളൊക്കെ ലഭ്യമാണ്. കൂടാതെ നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ലൈഫിൽ ഉപകരിക്കുന്ന ഒരുപാട് ഓഡിയോ കണ്ടന്റുകൾ കുക്ക് ഓഫ് എമ്മിൽ ലഭ്യമാണെന്നുള്ളതാണ്. ഇപ്പോഴാണെങ്കിൽ 7 days ഫ്രീ ട്രയലും കാര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് എമ്മിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാന്നുള്ളതാണ്. ഇനി ഫസ്റ്റ് നൈറ്റ് മിത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നാമതൊരു മിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും പ്രൊട്ടക്ഷൻ ഉപയോഗിക്കില്ല. അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണം മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് ഇല്ലെങ്കിൽ ഫസ്റ്റ് നൈറ്റിൽ ഇല്ലെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നൈറ്റിൽ തന്നെ ചിലപ്പോൾ സെക്സ് ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആ സമയത്ത് പല ആൾക്കാരും ആ ഉദാഹരണം പ്രോപ്പറായി മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോണ്ടംസ് അവോയ്ഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ പ്രഗ്നൻസി നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ലെങ്കിൽ കൃത്യമായി പ്രൊട്ടക്ഷൻസ് ഉപയോഗിക്കണം. ആദ്യമായിട്ട് ധരിക്കുമ്പോൾ ചിലപ്പം ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം എന്നുള്ളത് ശരി തന്നെയാണ്. അല്ലാണ്ട് ഉദാഹരണം കിട്ടില്ല എന്ന് പറയുന്നതെല്ലാം ഒരു മണ്ടത്തരം മാത്രമാണെന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായ രീതിയിൽ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഓരോ ആൾക്കാരോടും പറയാനുള്ളത്. നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അൺപ്രൊട്ടക്റ്റഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത എന്നുള്ളത്. മറ്റൊന്നല്ലേ ഫസ്റ്റ് ടൈം സെക്സ് കഴിയുമ്പോൾ ബ്ലീഡ് ചെയ്യുന്നതും അതിനൊരു വിർജിനിറ്റിയുടെ അളവുകളായി കാണുന്നതല്ല. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. പല ആൾക്കാർ വിചാരിക്കുന്നത് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ആദ്യ രാത്രിയിലൊക്കെ ചെയ്യുന്ന സമയത്ത് ബ്ലീഡ് ചെയ്യണം, അതാണ് എന്നാലേ അവർ കന്യക ആണെന്ന് പറയാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള ചിന്താഗതികളുണ്ട്. ആക്ച്വലി സ്റ്റഡീസുകൾ കാര്യങ്ങൾ പറയുന്നത് ഇപ്പോൾ ബ്രിട്ടീഷ് മെഡിക്കൽ ജേണലിൽ പബ്ലിഷ് ചെയ്തൊരു സ്റ്റഡി പറയുന്നത് 63% ആൾക്കാരും ബ്ലീഡ് ചെയ്യില്ല എന്നുള്ളതാണ്. അതിപ്പോൾ അവർ മുൻകാല ബന്ധങ്ങൾ കീപ്പ് ചെയ്തില്ല എങ്കിൽ പോലും ബ്ലീഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ചില ആൾക്കാർ കേസിൽ ഹൈമൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ആയിട്ട് ചെറിയ രീതിയിൽ ബ്ലഡ് സ്പോട്ടിങ് കാര്യങ്ങൾ കാണാവുന്നതാണ്. അത് സ്വാഭാവികതയാണ്. പക്ഷേ എല്ലാവരുടെ കേസിലും ഇത് സംഭവിക്കണമെന്നില്ല. കാരണം ചിലപ്പോൾ നാച്ചുറലി ഈ ഹൈമൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. ഇപ്പോൾ സ്പോർട്സ് ആക്ടിവിറ്റീസുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ സെൽഫായിട്ട് മാസ്റ്റർബേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ടാമ്പോൺസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഈ പറയുന്ന ഹൈമൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റപ്ചർ ആയിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമൂലം ബ്ലീഡിങ് വരണമെന്നില്ല. അപ്പോൾ മുൻകാല ബന്ധവുമായിട്ട് ഇത് ക്ലബ് ചെയ്ത് ചിന്തിക്കാനൊന്നും പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ്. അങ്ങനെ നമുക്കൊരു അളവ് കോലായിട്ട് അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ബ്ലഡ് വരണം എന്നുള്ളത് ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമല്ല. ബഹുഭൂരിപക്ഷ ആൾക്കാരുടെ കേസിലും അങ്ങനെ ബ്ലീഡ് ചെയ്യണമെന്നില്ല എന്നുള്ള ഒരു പോയിന്റ് എല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. ഇതേപോലെ പല ആൾക്കാരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ആദ്യം തന്നെ വളരെ സിമ്പിളായിട്ട് ഈ ആ ഒരു ബന്ധപ്പെടലൊക്കെ പൂർത്തീകരിക്കാൻ പറ്റുന്നുള്ളത്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് സെക്സിനെ സമീപിക്കുമ്പോൾ അവിടെ വല്ലാത്ത രീതിയിൽ ഒരു ഓക്വേർഡ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഭയങ്കര ആത്മവിശ്വാസത്തിൽ പോകുന്നു, പക്ഷേ അവർക്ക് ഉള്ളിൽ പല കൺഫ്യൂഷൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യാൻ പോകുമ്പോൾ ആ ഉദാഹരണം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു ടൈമിൽ ഉണ്ടാകുന്ന കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും. അതേപോലെ ലേഡിയുടെ കേസിൽ ആ ടെൻഷനും കാര്യങ്ങളൊക്കെ കൊണ്ട് അവിടെയുള്ള വെജിനൽ മസിൽസ് കാര്യങ്ങളൊക്കെ വളരെ ടൈറ്റായി നിൽക്കുമ്പോൾ അങ്ങനെയും ഇൻ്റർകോഴ്സ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ ഇതെല്ലാം പൂർത്തീകരിക്കാൻ പറ്റണം, പ്രോപ്പറായിട്ട് ഇൻ്റർകോഴ്സ് ചെയ്യാൻ പറ്റണം എന്നൊരു നിർബന്ധമില്ല. ചിലപ്പോൾ അത് ആഴ്ചകൾ എടുത്തെന്ന് വരാം, ഇല്ലെങ്കിൽ മാസങ്ങൾ എടുത്തെന്ന് വരാം. അപ്പോൾ നല്ല രീതിയിൽ ടൈം എടുത്തിട്ടായിരിക്കാം പ്രോപ്പറായ രീതിയിൽ ഇൻ്റർകോഴ്സ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആണെന്നുള്ളതാണ്. പിന്നെ ഈ ഫസ്റ്റ് നൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് പല ആൾക്കാരുടെ കൺഫ്യൂഷനാണ് ബോഡിയെ പറ്റിയിട്ട് ഓർത്തിട്ട് അനാവശ്യ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പോൾ അവിടെയുള്ള പ്രൈവറ്റ് ഏരിയയിലുള്ള ഹെയർസ് അത് പാർട്ണർ ഇഷ്ടപ്പെടുമോ, ഇല്ലെങ്കിൽ ബോഡിയുടെ നിറം, ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സിനെ പറ്റി കൺഫ്യൂഷൻ ഉണ്ടാവും. അനാവശ്യമായിട്ട് ബോഡിയെ പറ്റി ഓർത്തിട്ട് കൺഫ്യൂസ്ഡ് ആവുന്നതിന് ഉപരി ഹൈജീനിക്കായിട്ട് സെക്സിനെ സമീപിക്കുക എന്നുള്ളതാണ്. വൃത്തിയോട് കൂടിയിട്ട് സെക്സിനെ സമീപിക്കുക എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. ഇനി പിബി ഹെയർ ആ ഒരു പാർട്ണർ ഡിസ്കംഫർട്ട് ആണെങ്കിൽ പിന്നീട് അത് റിമൂവ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ആ താല്പര്യത്തിനനുസരിച്ച് പാർട്ട്നേഴ്സിനിടയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിനനുസരിച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം, സിനിമയിലോ ഇല്ലെങ്കിൽ പോൺ വീഡിയോയിലോ കാണുന്നതല്ല റിയൽ ലൈഫ് എന്ന് കൂടി ഓരോ ആൾക്കാരും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ കാണുന്ന വീഡിയോസിൽ പാർട്ട്ണറിൻ്റെ ഇമോഷനോ കൺസെൻറ്റിനോ ഒന്നും പ്രാധാന്യമില്ല. അപ്പോൾ റിയൽ ലൈഫിലോട്ട് വരുമ്പോൾ ആ പാർട്ട്ണറിൻ്റെ ഇമോഷൻസിന്, അവരുടെ മെൻ്റൽ ആയിട്ടുള്ള അവസ്ഥ കാര്യങ്ങൾ, ഫിസിക്കൽ ആയിട്ടുള്ള അവസ്ഥ കാര്യങ്ങൾ, അവരുടെ കൺസെൻറ്റ് എല്ലാത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മനോഹരമായിട്ട് സെക്സ് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ വ്യഗ്രതയും കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ളതാണ്. അപ്പം ഫസ്റ്റ് നൈറ്റിലോട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് സെക്സിലോട്ടൊക്കെ സമീപിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഈ ഒരു ഇൻഫർമേഷൻ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തേക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ആദ്യം പറഞ്ഞ ആ കുക്ക് ഓഫ് എമ്മിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് ടൈമിലും കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഫോളോ ചെയ്തൊക്കെ മറക്കണം. മറ്റു വീഡിയോ കാണാം. ബൈ ഗൈസ്.